വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2025-27 അക്കാഡമിക് ഇയറിലോട്ടുള്ള വിവിധ കോഴ്സുകളോട്ട് ഡിഗ്രി PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളോട്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട SCOU അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ, വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബ് ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും റെഗുലറായിട്ട് പഠിക്കാൻ സാധിക്കാത്തവരുണ്ട്. അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ റെഗുലറായിട്ട് അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അത്തരത്തിലെല്ലാ വിദ്യാർത്ഥികൾക്കും ചൂസ് ചെയ്യാൻ സാധിക്കുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു പല യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് അതായത് UGCയുടെ അംഗീകാരമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ കേരള ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് കോഴ്സുകൾക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത UGCയുടെ അംഗീകാരമുള്ള കേരള ഗവൺമെൻറ് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സുകൾ ചൂസ് ചെയ്യുന്നവർക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാതെ ചൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ 2025-27 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് sgou.ac.in. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് sgou.ac.in. ഓക്കെ, ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ 2025-26 ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കാം. നിലവിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയും. അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നോർമലായിട്ട് 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 വർഷത്തെ PG കോഴ്സുകളും അതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമാണ് ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോഴ്സുകൾ നമുക്ക് ഒന്നാമതായിട്ട് നോക്കാം. അപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ നിലവിൽ ഏതൊക്കെയാണ് 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ? അത് FIUGP, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BBA, BCom ഈ 6 സബ്ജക്റ്റുകൾ 4 വർഷത്തെ ഡിഗ്രി വിദ്യാർത്ഥികൾ ചെയ്തു കഴിഞ്ഞാൽ നോർമലായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തിന് ശേഷം PG അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലൂടെ വിദ്യാർത്ഥികൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഇനി 3 വർഷത്തെ നോർമൽ ഡിഗ്രി BA അഫ്ദൽ ഉലമ, BA അറബിക്ക്, BA ഹിന്ദി, BA സംസ്കൃത്, എക്കണോമിക്സ്, നാനോ എൻ്റർപ്രണർഷിപ്പ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, BCA, PhD ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഈ 11 കോഴ്സുകൾ നോർമൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി PG കോഴ്സുകൾ 2 വർഷം ഏതൊക്കെയാണെന്ന് നോക്കാം. MA അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA സോഷ്യോളജി, MCom ഇത്രയും കോഴ്സുകളാണ് PG വിഭാഗത്തിൽ SGOU യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നോക്കാം. 6 മാസം വാലിഡിറ്റി ഉള്ള നോർമലായിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. അതായത് ഒന്നാമതായിട്ട് സർട്ടിഫൈഡ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, അപ്ലൈഡ് മെഷീൻ ലേണിംഗ്, അതേപോലെ IELTS, OET എന്നിവയ്ക്കുള്ള ആശയവിനിമയ നൈപുണ്യവും ഫൗണ്ടേഷൻ കോഴ്സും. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ അതായത് ഇത്രയും കോഴ്സുകളാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ അക്കാഡമിക് ഇയറിലെ വിദ്യാർത്ഥികൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് എൻറോൾമെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ UG PG പ്രോഗ്രാംസ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അപേക്ഷാ പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് സ്വന്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഈ വർഷം അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ 2025-26. ഓക്കെ, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഓഗസ്റ്റ് വരെ അഡ്മിഷൻ സമയമുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ തിരക്ക് പിടിച്ച് ആരും അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പേജിൽ നിങ്ങളുടെ ഏതൊക്കെയാണ് റീജിയണൽ സെൻറ്റർ, അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് റീജിയണൽ സെൻറ്റർ എവിടെയാണ്, അതേപോലെ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റീജിയണൽ സെൻറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് റീജിയണൽ സെൻറ്റർ, അപ്പോൾ നിങ്ങൾ ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ തലശ്ശേരി റീജിയണൽ സെൻറ്റർ ഉണ്ട്, അതേപോലെ കോഴിക്കോടുണ്ട്, എറണാകുളമുണ്ട്, പട്ടാമ്പി, അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ,
അപ്പോൾ ഇത്തരം റീജിയൽ സെൻ്ററാണുള്ളത്. അപ്പോൾ റീജിയൽ സെൻ്റർ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതത് റീജിയൽ സെൻ്റർ കീഴിലാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുക. അതേപോലെ വിദ്യാർത്ഥികൾക്ക് ലേണിംഗ് സപ്പോർട്ട്, ഓരോ റീജിയൽ സെൻ്ററിൻ്റെ കീഴിലും ഒരു സപ്പോർട്ട് സെൻറ്റർ, നിങ്ങൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ കൂടി നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഓരോ റീജിയൽ സെൻ്ററിലെയും ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഏത് റീജിയൽ സെൻ്ററിലാണ്, അതുപോലെ ഏതാണ് നിങ്ങൾ ലേണർ സപ്പോർട്ട് സെൻറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷയിലോട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് അപേക്ഷാ പേജിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒന്നാമതായിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 2025-26 അഡ്മിഷൻ പേജ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അപേക്ഷയിൽ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ ഐ ഡിയും നിർബന്ധമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപേക്ഷാ പേജ് എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു പ്രധാനപ്പെട്ട നിയമാവലികളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ അത് തെറ്റായ രീതിയിൽ നിങ്ങൾ അപേക്ഷ നിങ്ങളൊന്നും കൊടുക്കരുത്. അതേപോലെ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ SSLC അതേപോലെ +2 PG ചെയ്യുന്ന വിദ്യാർത്ഥികളും ഡിഗ്രി, അപ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതായത് ഓൺലൈൻ അപേക്ഷ അത് നിങ്ങൾ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ്. വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഓൺലൈനായിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിർബന്ധമായി ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള യോഗ്യത സർട്ടിഫിക്കറ്റ് മാത്രം. ബാക്കിയുള്ള മറ്റു സർട്ടിഫിക്കറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജസ്റ്റ് OBC വിഭാഗക്കാരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ SC വിഭാഗക്കാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള നോർമൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ യോഗ്യത സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കാരണം നിങ്ങൾ എല്ലാ കാര്യവും ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ അപേക്ഷയോട്ട് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നോർമലി എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ABC അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് DEB ID അല്ലെങ്കിൽ ABC ID ഇത് നിർബന്ധമായും നോർമലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ നൽകുന്ന DEB ID അല്ലെങ്കിൽ ABC ID വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കണം. അതില്ലാത്തവരാണ് ഇവിടെ നിങ്ങൾക്കിവിടെ ലിങ്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ വിത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആൻഡ് ഗെറ്റ് യുവർ DEB ID. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് DEB IDയും അതേപോലെ ABC ID നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലോട്ട് വരിക. പിന്നെ അതേപോലെ തന്നെ TC വിദ്യാർത്ഥിയെ സംബന്ധിച്ചും TC ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത് ലഭ്യമല്ലാത്തതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയൊരു സത്യവാങ്മൂലം നിങ്ങൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന TC ഇല്ലാത്തവർ ഈ രീതിയിൽ ആ സമയത്ത് അപേക്ഷ പേജിലെത്തുമ്പോൾ നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ലോഗിൻ ഓർ രജിസ്റ്റർ. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ഐഡിയും അതിൽ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒന്നാമത്തെ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങൾക്ക് DEB ID ABC ID. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ DEB ID ABC ID ഇല്ലാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള SLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയ എല്ലാ കാര്യവും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കാനുള്ള ഡെമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡെമോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥി ജസ്റ്റ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസേഴ്സ് മാനുവൽ. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന മുഴുവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും അതായത് നിങ്ങൾ കാണാൻ സാധിക്കും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒന്നാമത്തത് രജിസ്ട്രേഷൻ, അതേപോലെ ലോഗിൻ ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ഏഡ് ക്വാളിഫിക്കേഷൻ, അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ഇമെയിൽ മൊബൈൽ വെരിഫിക്കേഷൻ, അപ്ലൈ ഫോർ എ പ്രോഗ്രാം, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഫൈൽ സബ്മിഷൻ, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഇത്രയും സ്റ്റെപ്പുകളാണ്. 11-12 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി ലാസ്റ്റ് പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കുക. അതേപോലെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഫോട്ടോ അതേപോലെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. എല്ലാ കാര്യവും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏതാണ് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ BA ഇംഗ്ലീഷ് ആണ് BA ഇംഗ്ലീഷ്, അതേപോലെ തന്നെ വിദ്യാർത്ഥിയെ
സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന റീജിയൽ സെൻറ്ററും അതേപോലെ ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററും അത് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. അതൊക്കെ അത്തരത്തിൽ കാര്യം മാത്രം വിദ്യാർത്ഥി ശ്രദ്ധിച്ചാൽ മതി. അതായത് പേയ്മെൻറ്റ് അടക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ നെറ്റ്വർക്ക് ക്ലിയറായ സ്ഥലത്ത് നിന്ന് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പേയ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എവിടെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്റ്റംബർ 10 വരെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുമ്പിൽ കൃത്യമായിട്ട് 1-2 മാസം ടൈമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ കോഴ്സൊക്കെ തീരുമാനിച്ച്, അത് ഡിഗ്രി PG ഏതാണ് കോഴ്സ് കൃത്യമായിട്ട് തീരുമാനിച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായ ഡോക്യുമെൻറ്റ്സ് തന്നെ കൊടുക്കുക. കാരണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ലെങ്കിൽ അത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് കൃത്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക. അത്തരത്തിൽ അങ്ങനെ അപ്ലോഡ് നിങ്ങൾ അഥവാ അപേക്ഷ നിങ്ങൾ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അപേക്ഷ പൂർത്തീകരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, അതായത് ചില യൂണിവേഴ്സിറ്റികളിലെ ഡിസ്റ്റൻസ് കോഴ്സുകൾ അപേക്ഷ വിളിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ BEd ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ഡിസ്റ്റൻസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏക യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള IGNOU മാത്രമാണ്. അത്തരത്തിൽ IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനൊക്കെ നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. അതായത് 2 വർഷത്തെ TTC കോഴ്സ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ്, ഗവൺമെൻറ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള BEd IGNOUവിൽ ചെയ്യാൻ സാധിക്കുക. അത്തരത്തിൽ IGNOU അപേക്ഷ കൊടുക്കുന്നവർക്ക് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 2ാമത്തെ സ്റ്റെപ്പിൽ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഇനി ഈ വർഷത്തെ ഡിസംബർ ജനുവരി മാസത്തിലാണ് വിളിക്കുക. അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഡിസ്റ്റൻസായിട്ട് BEd IGNOU യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BEd കോഴ്സ് പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കേരള PCയുടെ അംഗീകാരമുള്ള BEd നിലവിൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും താഴെ കൊടുത്ത എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് BEd അഡ്മിഷൻ ഡീറ്റെയിൽസിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഡിറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.